Hi everyone, my name is Sayana. I am studying at DIT Kannur University. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് JSP ഇൻ നെറ്റ് ബീൻസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് JSP എന്താന്ന് നോക്കാം. JSPന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജാവ സെർവർ പേജസ് എന്നാണ്. അപ്പോൾ JSP എന്തിനാന്ന് വെച്ചാൽ HTMLന്റെ അകത്ത് ജാവ കോഡ് എംബഡഡ് ചെയ്തുകൊണ്ട് ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെർവർ സൈഡ് ടെക്നോളജിയാണ് JSP എന്ന് പറയുന്നത്. HTMLന്റെ അകത്ത് ജാവ കോഡ് എംബഡഡ് ചെയ്തുകൊണ്ട് സാധാരണ നമ്മൾ HTMLൽ ജാവ സ്ക്രിപ്റ്റ് കോഡൊക്കെ എംബഡഡ് ചെയ്യും. അതുപോലെ തന്നെ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ HTML എംബഡഡ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് JSP എന്ന് പറയുന്നത്. ഇത് സെർവർ സൈഡിലാണ് റൺ ചെയ്യുക. അപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു IDE ഉണ്ട്, ഇല്ലൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് നെറ്റ് ബീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് എന്താണ് നെറ്റ് ബീൻസ് എന്ന് നോക്കാം. വാട്ട് ഇസ് നെറ്റ് ബീൻസ്? നെറ്റ് ബീൻസ് എന്ന് പറയുന്നത് ഒരു IDE ആണ്, അതായത് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവിറോൺമെന്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവിറോൺമെന്റ് എന്നാണ് നോക്കാം. ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും ഒരൊറ്റ സ്ഥലത്ത് നിന്ന് ഒരൊറ്റ ആപ്ലിക്കേഷന് പറ്റുമെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷന്റെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷന് പറയുന്നതാണ് IDE എന്ന് പറയുന്നത്. അതായത് ഒരൊറ്റ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ IDE എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ബീൻസ് അല്ലെങ്കിൽ അപ്പാച്ചെ നെറ്റ് ബീൻസ് എന്ന് പറയുന്നത് ഒരു IDE ആണ്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്കത് ഡെവലപ്പ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ നെറ്റ് ബീൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് കോഡ് എഡിറ്റർ, 2 ഡീബഗിംഗ് ടൂൾസ്, മൂന്നാമത്തെ GUI സപ്പോർട്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് JSP ആൻഡ് നെറ്റ് ബീൻസ് കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു JSP റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് നെറ്റ് ബീൻസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ JSP റൺ ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന സെർവർ ആണ് ടോം കാറ്റ് സെർവർ. അപ്പോൾ ഇതിന്റെ ഫ്ലോ എങ്ങനെയാ പോകുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം JSP കോഡ് നെറ്റ് ബീൻസിൽ റൈറ്റ് ചെയ്യും, ടോം കാറ്റ് സെർവറിൽ ഡിപ്ലോയ് ചെയ്യും, എന്നിട്ട് റൺ ചെയ്യുമ്പോൾ നമുക്ക് ബ്രൗസറിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്താണോ നമ്മൾ പ്രോഗ്രാം ചെയ്തത് അതിന്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഹൗ ടു യൂസ് അപ്പാച്ചെ നെറ്റ് ബീൻസ് നോക്കാം. എങ്ങനെയാണ് അപ്പാച്ചെ നെറ്റ് ബീൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ കോഡ് ചെയ്യുന്നത്, ഇല്ലേ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ നെറ്റ് ബീൻസ് സിസ്റ്റത്തിൽ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇല്ലാത്തവർ ആദ്യം ഡൗൺലോഡ് ചെയ്യണം. വിൻഡോസിലും ലിനക്സിലും രണ്ട് രീതിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നെറ്റ് ബീൻസ് ഓപ്പൺ ചെയ്യാം. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ക്രിയേറ്റിംഗ് JSP പ്രൊജക്റ്റ് ഇൻ നെറ്റ് ബീൻസ്. നമ്മൾ ഒരു പ്രൊജക്റ്റ് ആദ്യം നെറ്റ് ബീൻസിൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ട സ്റ്റെപ്സ് ആണ് താഴെ പറഞ്ഞത്. ഫസ്റ്റ് വൺ, ഓപ്പൺ നെറ്റ് ബീൻസ്. ആദ്യം നമ്മൾ നെറ്റ് ബീൻസ് ഓപ്പൺ ചെയ്യാം. പിന്നെ ക്ലിക്ക് ഫയൽ ക്ലിക്ക് ചെയ്ത് അതിൽ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കാം. ന്യൂ പ്രൊജക്റ്റ് കൊടുത്ത് നമുക്കൊരു പ്രൊജക്റ്റ് നെയിം അവിടെ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രൊജക്ട് നെയിം കൊടുക്കാം. പ്രൊജക്ട് നെയിം കൊടുത്തതിൻ്റെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും. നെക്സ്റ്റ് അടിച്ചിട്ട് നമ്മൾ ഏതാണോ ജാവ വെബ് ആണ് ചെയ്യുന്നത്, അതിൽ വെബ് ആപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്, അത് കൊടുക്കും. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ സെർവർ ചൂസ് ചെയ്യാൻ വരും. അതിൽ ടോം കാറ്റ് എന്ന് ചൂസ് ചെയ്ത് കൊടുക്കും. അതൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് ഓപ്ഷൻ വരും. എന്നിട്ട് ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്താൽ നമ്മൾ അവിടെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതായത് ഒരു നെറ്റ് ബീൻസിൻ്റെ അകത്ത് JSP പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ സ്റ്റെപ്സിലൂടെ പോകുമ്പോൾ നമുക്ക് ആദ്യം നമ്മളൊരു പ്രൊജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു JSP ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തത് നെറ്റ് ബീൻസിൻ്റെ അകത്ത് ഒരു JSP പ്രൊജക്റ്റ് ആണ്. ആ പ്രൊജക്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് JSP ഫയലാണ്. ഈ ഫയലിലാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം ചെയ്യുക. അപ്പോൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ആ പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ന്യൂ എടുക്കുക. ന്യൂവിൽ നമ്മൾ ഏതിലാണോ കോഡ് ചെയ്യുന്നത് ആ ഇത് കൊടുക്കുക. ഇവിടെ JSPയിലായതുകൊണ്ട് JSP എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മളോട് ഫയൽ നെയിം ചോദിക്കും. അന്നേരം നമ്മൾ ഏതാണോ പേര് കൊടുക്കുന്നത്, ഫയലിന് എന്ത് പേരാണോ കൊടുക്കുന്നത് ആ പേര് കൊടുത്തിട്ട് .JSP എന്ന എക്സ്റ്റൻഷനിൽ സേവ് ചെയ്യുക. നമ്മൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ ചെയ്യുന്നത് അതിന്റെ എക്സ്റ്റൻഷനിലല്ലേ നമ്മൾ സേവ് ചെയ്യുക. ഇപ്പോൾ C ചെയ്യുമ്പം C.C എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യും. CPP ആണ് CPP എന്ന് പറഞ്ഞ് സേവ് ചെയ്യും. ജാവ ആണ് .java, HTML പേജ് ആണ് .html. അങ്ങനെ ഏതാണോ ചെയ്യുന്നത് അതിന്റെ എക്സ്റ്റൻഷൻ വെച്ച് ചെയ്യാം.
അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ പ്രൊജക്റ്റിൽ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഈ ഫയലിൻ്റെ അകത്താണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം ചെയ്യുക. ഈ ഫയൽ നെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോഗ്രാം ചെയ്യേണ്ട സ്ഥലം ഉണ്ടാവും. അവിടെ പ്രോഗ്രാം ഏതാണോ പ്രോഗ്രാം ചെയ്യേണ്ടത് ആ പ്രോഗ്രാം എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സാമ്പിൾ പ്രോഗ്രാം നോക്കാം. നമ്മൾ സാമ്പിൾ പ്രോഗ്രാം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം HTML ജാവ കോഡ് എംബഡഡ് ചെയ്യുന്നതാണ്. സോ HTML നമ്മൾ HTML ടാഗ് തുറന്നു, ബോഡി ടാഗ് തുറന്നു. അതിൽ നമ്മൾ ജസ്റ്റ് H2 വെൽക്കം ടു JSP കൊടുത്തു. അതിൻ്റെ അകത്ത് ഈ ബോഡീൻ്റെ അകത്താണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം എഴുതി കൊടുക്കുന്നത്. അതായത് ടാഗിൻ്റെ അകത്ത് %സൈനിലാണ് നമ്മൾ ആ ജാവ കോഡ് തുടങ്ങുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു സ്ട്രിംഗ് നെയിം സയന എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് system.out.println അല്ലെങ്കിൽ ഹലോ പ്ലസ് നെയിം, അതായത് ഹലോ സയന എന്നായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ സാധാരണ ക്ലോസ് ചെയ്യുന്ന പോലെ തന്നെ ആ പെർസെൻറ്റേജ് വെച്ചു, ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇതാണ് ഒരു സാമ്പിൾ പ്രോഗ്രാം. അതായത് ഈ പ്രോഗ്രാം ഞാൻ example.jsp എന്ന ഫയലിൻ്റെ അകത്താണ് എഴുതിയിട്ടുണ്ടാവുക. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്യാം. അപ്പോൾ ഹൗ ടു റണ്ണിങ് JSP പ്രോഗ്രാംസ് ആണ് നോക്കുന്നത്. വീണ്ടും പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലിക്കിൽ റൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഒരു ബ്രൗസർ ഓപ്പൺ ആവും, ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ഇവിടെ ഓപ്പൺ ആകുമ്പോൾ ഔട്ട്പുട്ട് വരിക വെൽക്കം ടു JSP എന്നും ഹലോ സയന എന്നുമായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. നമ്മൾ റൺ കൊടുക്കുമ്പോൾ തന്നെ ഒരു ബ്രൗസർ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. അവിടെ നമ്മുടെ ഔട്ട്പുട്ട് കാണാം. നമ്മുടെ പ്രോഗ്രാം എന്താണോ ചെയ്തത് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം. JSP എന്ന് പറയുന്ന ഒരു ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ജാവ കോഡ് HTML എംബഡഡ് ചെയ്തുകൊണ്ട് ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് JSP എന്ന് പറഞ്ഞു. നെറ്റ്ബീൻസ് എന്ന് പറയുന്നത് JSP റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു IDE ആണെന്ന് പറഞ്ഞു. ഈ ഇത് JSP നെറ്റ്ബീൻസ് ഒക്കെ നമ്മൾ ജാവ ബേസ്ഡ് വെബ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നു. ഇതിൽ ജാവ ബേസ്ഡ് വെബ് ആപ്ലിക്കേഷൻസ് ചെയ്യുന്നു യൂസ് ചെയ്താണ്, വൈഡ്ലി യൂസ് ചെയ്യുന്നതാണ് നെറ്റ്ബീൻസ് ആൻഡ് JSP എന്ന് പറയുന്നത്. താങ്ക് യു. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.